കുട്ടിക്കാലം മുതൽ ചുവപ്പിനെ സ്നേഹിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത വനിതയാണ് മിനി അരവിന്ദൻ. 1974 കൂറ്റനാട് പിലാക്കാട്ടിരി എന്ന ഗ്രാമത്തിൽ സുബ്രഹ്മണ്യൻ ഓമന ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി ജനിച്ച മിനി അരവിന്ദൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിന്റെ കൈപിടിച്ചാണ് പാർട്ടിയിലേക്ക് നടന്നുവരുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഏറെ വിലക്കുകളുള്ള കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിതം. പാർട്ടിയോട് കൂടുതൽ അടുക്കുന്നത് EMSന്റെയും നായനാരുടെയുമെല്ലാം പ്രസംഗത്തിൽ ആകൃഷ്ടയായിട്ടാണ്. ബാലസംഘത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടക്കം. 1992 വടക്കാഞ്ചേരി നിവാസിയായ അരവിന്ദനുമായുള്ള വിവാഹത്തോടെ മിനി അരവിന്ദൻ വടക്കാഞ്ചേരിയുടെ മരുമകളായി. തുടർന്ന് സജീവമായി പാർട്ടിയോട് ഇഴകിച്ചേർന്ന് പ്രവർത്തിച്ചു. കുടുംബശ്രീ മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനങ്ങളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ചു. CPIM വടക്കാഞ്ചേരി ഏരിയ ഭാരവാഹി കൂടിയാണ്. ഭർത്താവിന്റെ വിയോഗം ഏറെ വേദനകൾ സൃഷ്ടിച്ചുവെങ്കിലും പാർട്ടിയുടെ ചേർത്ത് നിർത്തലോടെ ജീവിതം വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാനായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുറുകെ പിടിച്ചു ജീവിക്കുന്ന മിനി അരവിന്ദന് വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ പദവി അലങ്കരിക്കാനുള്ള അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എനി ടൈം ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പിന്നിട്ട വഴി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭ കാര്യാലയത്തിലാണ്. ഇവിടെ നമുക്കൊപ്പം വടക്കാഞ്ചേരിയുടെ ചെയർപേഴ്സൺ മിനി അരവിന്ദനുണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോ വടക്കാഞ്ചേരി നഗരസഭയുടെ അമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഈ സന്തോഷത്തിൽ നമ്മളോട് പറയാനുള്ളത്? വടക്കാഞ്ചേരി നഗരസഭ 2015 രൂപീകൃതമായി. 2015 മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് ശിവപ്രിയ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ വടക്കാഞ്ചേരിയിൽ ജനങ്ങൾക്ക് അഭിമാനം തന്നെയായി. അതിനൊരു തുടർച്ച തന്നെയാണ് സഖാവ് PN സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ 2020 സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ നഗരസഭ ഇടതുപക്ഷത്തോട് തന്നെ ചേർന്ന് നിന്നു. ആ 2 തവണത്തെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് മൂന്നാമതും ഇടതുപക്ഷത്തെ ഈ നാട് ഏറ്റെടുത്തത്. ഇതാണ് ആദ്യമായി പറയാനുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമെന്നോ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു പ്രതീക്ഷയിലൂടെയല്ല പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, പാർട്ടി മെമ്പർ ആവുന്ന കാലം മുതൽ ഈ പാർട്ടിയിലെ ഓരോ അംഗങ്ങളും വിവിധ തരത്തിൽ അനുഭവസ്ഥരാക്കാൻ വേണ്ടി അവരെ വിവിധ ചുമതലകൾ ഏൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പൊ സന്തോഷാണ് അല്ലേ? സന്തോഷത്തിനേക്കാൾ ഉപരി പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മിനി അരവിന്ദനിലെ ഒരു സാമൂഹിക പ്രവർത്തക അല്ലെ? കുറെ കാലമായി സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നിൽക്കുന്ന മിനി അരവിന്ദന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? 6/5/2003 കുടുംബശ്രീ അംഗമായി ഞാൻ ചുള്ളിക്കാട് പ്രദേശത്ത് നിന്ന് ആരാധന കുടുംബശ്രീ എന്നുള്ള അത് 2003 നമ്മുടെ ഇടതുപക്ഷ സർക്കാരുള്ള കാലത്ത് തന്നെ 1998 മെയ് 17 സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. 2000 നമ്മുടെ വടക്കാഞ്ചേരി പഞ്ചായത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം പ്രവർത്തിച്ചു തുടങ്ങിയത്. 2003 ഞാൻ കുടുംബശ്രീ അംഗമായി എൻ്റെ പ്രദേശത്ത് നിന്ന് വനിതാ ശാക്തീകരണ രംഗത്തു കൂടെ ഞാൻ വരുന്നത്. 2004 എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളോടും ഇല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളോടും ഒക്കെ താല്പര്യം കാണിച്ചിരുന്നു? ഒരുപാട്. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി മെമ്പറായിരുന്നു. അന്ന് മുതൽക്കേ ഈ ഒരു ബാലസംഘം കുട്ടികളെ കൂടെ കൂട്ടുക, അന്നൊന്നും നമ്മളെ വീടുകളിലേക്ക് കുട്ടികളെ ഒന്നും കയറ്റണ ഒരു കാലമായിരുന്നില്ല എൻ്റെ ചെറുപ്പകാലത്തൊന്നും. എൻ്റെ വീട്ടിലേക്ക് പോലും വേറെ കുട്ടികളെ കൊണ്ടുവന്ന എൻ്റെ അച്ഛമ്മയൊക്കെ ചീത്ത പറയുന്ന ഒരു കാലം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ ഒരു മാഷ് ബാലസംഘത്തിൻ്റെ കുട്ടികളെ കൂട്ടാൻ ആ മാഷ് ഞങ്ങൾക്ക് ഒരു ക്ലാസ് തരുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അന്ന് കുട്ടികളെ എല്ലാവരെയും ചേർത്ത് ഒരു
പുളിയുടെ ചോട്ടിലാണ് ഞങ്ങളതിനൊക്കെ അന്ന് ഇരിക്കാനൊക്കെ ഉള്ള അവസരം അന്നൊക്കെ ഉണ്ടായിരുന്നത്. ആരെയും വീടുകളിലേക്ക് കയറ്റില്ല കുട്ടികൾ, വേറെ കുട്ടികളെ ഒന്നും. അപ്പൊ അവരുടെ കൂടെ നിന്നുകൊണ്ടും തന്നെ അച്ഛൻ്റെ കൂടെ EMSന്റെ പ്രസംഗം കേൾക്കാൻ, നായനാരുടെ പ്രസംഗം കേൾക്കാൻ ഒക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം അന്ന് തൊട്ടേ ഇങ്ങനെ കൂടെ കൂട്ടാൻ, ആളുകളെ കൂടെ കൂട്ടാനുള്ള അതിപ്പോ പാർട്ടി എന്നുള്ള ആ രീതിയിലാണോ എന്ന് എനിക്ക് അറിയില്ല. അന്ന് പാർട്ടി ആയിട്ടല്ല. ഇപ്പൊ ബാലസംഘത്തിന്റെ കൊടി എന്ന് പറയുമ്പോ സ്റ്റാർ, വെള്ളക്കൊടിയിലെ സ്റ്റാറിനെ എനിക്കിഷ്ടം. അങ്ങനെ ഒരു ചുമപ്പിനോടൊരു പ്രണയം അത് ചെറുപ്പത്തിലേ ഉള്ളതാണ്. അന്നൊന്നും പാർട്ടി എന്നുള്ളതല്ലല്ലോ. ഇങ്ങനെ ഈ സമൂഹത്തിലെ സഹജീവികളോട് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിൽ മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണാനുള്ള ഒരു സന്തോഷമോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹമോ ചെറുപ്പത്തിലേ എനിക്ക് ഉണ്ട്. അതായിരിക്കാം എന്നെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് നയിച്ചത് എന്നാണ്. അച്ഛനാണ് ഇതിനെല്ലാം നേതൃത്വം. അച്ഛനാണ്. ഒരുപാട് സ്നേഹം അച്ഛനിൽ നിന്ന് പാർട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിവാഹാനന്തരവും ഇതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ തുടരാനും ഒക്കെയുള്ള സാഹചര്യം അതെങ്ങനെയായിരുന്നു? പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എൻ്റെ കുടുംബത്തിനറിയാം. പിന്നെ ഈ പ്രസ്ഥാനം, ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നപ്പോൾ വനിതകളെ സംഘടിപ്പിക്കുന്ന രീതിയിലായി. അവിടെ നിന്നാണ് പാർട്ടിയിലേക്ക് ഇവിടെ വന്ന് 2004 മെമ്പർഷിപ്പിലൂടെ വന്നു. പിന്നെ മഹിളാ അസോസിയേഷന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഞാൻ ആദ്യം ആവണത്. 2003 കുടുംബശ്രീ അംഗമാവണു. പിന്നെ ആ 2003 തന്നെ യൂണിറ്റ് രൂപീകരിക്കുകയാണ് മഹിളാ അസോസിയേഷൻ്റെ. ആ യൂണിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അവിടുന്ന് വില്ലേജ് സെക്രട്ടറി ആയി, മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായി, മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി ആയി. ഇപ്പോൾ ഏരിയ സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്താണ് കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ഇതിന്റെ ഒരു സഹകരണം? അവർക്ക് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളോടെല്ലാം താല്പര്യമുള്ളവരാണോ? ഒരുപാട് സങ്കടങ്ങൾ നേരിട്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാന്. കുടുംബത്തിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ വന്നു. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. അവരോടുകൂടി അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാനിങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു സങ്കടങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ കഴിഞ്ഞതും ഈ പാർട്ടിയുടെ ഒരു കരുത്ത് തന്നെയാണ്. പാർട്ടിയിലേക്ക് വന്നപ്പോഴാണ് അതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞതും തന്നെ. ആ ഒരു ധൈര്യം, പാർട്ടി നേതൃത്വത്തിന്റെ ഒരു ധൈര്യം എൻ്റെ കൂടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയത് മുതൽ 2004 പാർട്ടി മെമ്പർ ആയത് മുതൽ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഒരു കരുത്ത് എനിക്കൊരു ധൈര്യമായിട്ട് എൻ്റെ ജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എനിക്ക് എന്നും ഉപകാരമായിട്ടുള്ളതാണ്. കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് ഇതിനോടൊക്കെ താല്പര്യമുള്ളവരാണോ? പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നവരാണോ? എൻ്റെ മോള് ബാലസംഘത്തിന്റെ ഏരിയ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള കുട്ടിയാണ്. അമ്മയോടൊപ്പം തന്നെ അവരും രാഷ്ട്രീയ രംഗത്തൊക്കെ നല്ല താല്പര്യമുള്ള കുട്ടി തന്നെയാണ്. മൂത്ത മോളിപ്പോ തിരുവല്ലാമല സ്കൂളില് ടീച്ചറാണ്. LP 4ാം ക്ലാസ്സിലെ ടീച്ചറാണ്. അവളിപ്പോ KSDAയുടെ തിരുവല്ലാമല ബ്രാഞ്ചിലെ പ്രസിഡന്റാണ്. 7 സ്കൂള് ചേർന്നാണ് ഒരു ബ്രാഞ്ച്, അതിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അവർക്കും രാഷ്ട്രീയ രംഗത്ത് നല്ല താല്പര്യവും അമ്മയെ പോലെ തന്നെ താല്പര്യമുള്ള കുട്ടികൾ തന്നെയാണ്. അമ്മ ഇങ്ങനെ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ ആയി എന്നറിഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അവര് ഒരുപാട് സന്തോഷം തന്നെ, നല്ല സപ്പോർട്ടാണ് അവര് ഏത് സമയത്തും. അവർക്കിപ്പോ നഗരസഭ ചെയർപേഴ്സണായി അങ്ങനെയല്ല, അമ്മ എന്നും സജീവമാണ്. രാഷ്ട്രീയ രംഗത്ത് വിവിധ തലത്തിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല അത് അമ്മ നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളത്. അല്ലാണ്ട് ഒരു ചെയർപേഴ്സൺ ആയതുകൊണ്ടോ, ഞാൻ 13 വർഷക്കാലം CDS ചെയർപേഴ്സൺ ആയിരുന്നു, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ ആയിരുന്നു. അന്നൊക്കെ തന്നെ അവര് സജീവമായി എൻ്റെ കൂടെ ഉണ്ട്. എന്നും അമ്മ ഈ സംഘടനയില്, ഈ പാർട്ടിയില് അംഗമായി നിൽക്കണം എന്ന് തന്നെയാണ്. അമ്മ പഠിച്ചത് എന്നാണോ വളർന്നു വന്നത് വെച്ചെങ്കിൽ അന്ന് മുതലേ അമ്മ ഈ സംഘടനാ രംഗത്താണല്ലോ. അപ്പൊ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല വൃത്തിയായി സത്യസന്ധമായി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവരെനിക്ക് എന്നും പറഞ്ഞു തരാറ്. അത് ഒരു പ്രത്യേക രീതിയിലല്ല, എന്നെ അവരെന്ന് കാണുന്നോ അന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ വ്യക്തി ജീവിതത്തില് പല വിഷമഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ വിയോഗം. അപ്പോ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുമതലയിൽ എത്തുമ്പോ മിനി അരവിന്ദന്റെ സത്യപ്രതിജ്ഞ കാണാൻ, അല്ലെങ്കിൽ മിനി അരവിന്ദൻ ചുമതലയേൽക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷെ അരവിന്ദേട്ടൻ തന്നെ ആയിരിക്കും, അല്ലെ? തീർച്ചയായും എന്നെ ഈ പാർട്ടിയിൽ സജീവമായി കൊണ്ടുവരാൻ
എന്നോടൊപ്പം അന്നൊക്കെയൊന്നും സ്ത്രീകളെ പുറത്തിറക്കിയിരുന്ന ഒരു കാലമായിരുന്നില്ല. 2003 ആരും കുടുംബശ്രീ രംഗത്ത് പോലും കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു കാലമായിരുന്നു. അപ്പോ ഒരു സ്ത്രീയെ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. ഞാൻ ഒരു സ്ത്രീയെ ഒരു കുടുംബത്തിൽ കയറി സംസാരിക്കുമ്പോൾ പുരുഷനായ എൻ്റെ അരവിന്ദേട്ടനാണ് കൂടുതൽ പ്രഷർ വന്നിരുന്നത്. കാരണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അവര് കൂട്ടുകാരാണ്. അനിയേട്ടന്റെ അരവിന്ദേട്ടൻ, ഞാൻ അനിയേട്ടൻ എന്നാണ് വിളിക്കുക. അനിയേട്ടന്റെ കൂട്ടുകാരാണ് ഈ കുടുംബത്തിലെ സ്ത്രീകളുടെ കുടുംബാംഗങ്ങള്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചു നോക്കുന്നത് എൻ്റെ അനിയേട്ടനാണ്. അപ്പോ അവരെ കൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എൻ്റെ അനിയേട്ടനും ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ നേതൃനിരയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ വടക്കാഞ്ചേരി നഗരസഭയുടെ ഈ അമരത്തിരിക്കുമ്പോ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ 1998 കാലം മുതൽ ഈ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണ രംഗത്തും സാമ്പത്തിക ശാക്തീകരണ രംഗത്തും സാമൂഹ്യ ശാക്തീകരണ രംഗത്തും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ആ പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ് സ്ത്രീകള് ഇന്ന് കാണുന്ന സ്ത്രീകളായി മാറാൻ. അവർക്ക് അവരുടേതായ വ്യത്യസ്തമായ അവരുടെ കഴിവുകളുണ്ട്. പലതരം ഒരു കഴിവല്ല ഒരു സ്ത്രീക്ക്, പലതരം കഴിവുകള് പറഞ്ഞ് അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് സമൂഹത്തില് അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയായി കുടുംബശ്രീ. ആ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെയാണ് ഇന്ന് കാണുന്ന സ്ത്രീകളെ ആ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ ഉൾപ്പെടെ, ഈ നഗരസഭ ചെയർപേഴ്സണായി എന്നെ ഉൾപ്പെടെ ഈ രീതിയിലേക്ക് എൻ്റെ ഈ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഒക്കെ തന്നെ ഈ രീതിയിൽ എത്തിച്ചത് ഈ പ്രസ്ഥാനം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഉന്നമന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നഗരസഭയിൽ വരുന്ന നൂതനാവിഷ്കാര പദ്ധതികളെല്ലാം തന്നെ അതിൽ മുൻതൂക്കം വനിതാ ഘടക പദ്ധതിക്ക് തന്നെയാവും. വലിയൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ജനങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഒരു ഇത്രയും ഡിവിഷനുകളിലേക്ക് എത്തി അവിടുത്തെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുക അല്ലെ, അതൊരു വലിയൊരു പ്രവർത്തനമാണ്. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യാന്ന് വിചാരിക്കുന്നത്? ഈ നഗരസഭ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു പദവി, ആ പദവി 42 ഡിവിഷനിലും കൗൺസിലർമാർ ഉണ്ട്. ഒപ്പം തന്നെ അതിനൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അത് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാട് ഒന്നിച്ച് തീരുമാനം എടുത്തതാണ് ഒരു അധിപൻ വരിക എന്നുള്ളത്. അപ്പൊ ആ നാട് ഒന്നിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക്, സത്യസന്ധമായുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ നാട് ഒന്നിച്ചുണ്ടാവും. അതൊരു ചെയർപേഴ്സൺ മാത്രം ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നണതായിട്ട് ഈ ചുമതല ഏറ്റെടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. അതെല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അത് ആ രീതിയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ച പ്രസ്ഥാനം എൻ്റെ കൂടെയുണ്ട്. അതും എനിക്ക് നല്ലൊരു കരുത്ത് തന്നെയാണ്. നിലവിലെ ചുള്ളിക്കാട് ഡിവിഷനിലെ കൗൺസിലർ കൂടിയാണ്. അപ്പൊ എന്തൊക്കെ വികസന പദ്ധതികളാണ് ചുള്ളിക്കാടിനെ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്നത്? ചുള്ളിക്കാട് പ്രദേശം മുഴുവൻ ഓരോ കുടുംബത്തിലെയും കുടുംബാംഗമായിട്ടാണ് ഞാൻ അവിടെ ആ ഒരു മാസക്കാലം പ്രവർത്തിച്ചത്. ആ ചുള്ളിക്കാട് എന്ന് പറയുന്ന പ്രദേശം 2003 ഞാൻ കുടുംബശ്രീ അംഗമായി. 2006 ഡിസംബർ 21 ഞാൻ ചെയർപേഴ്സണായിട്ട് അധികാരം ഏൽക്കുന്നത്. 2006 കാലഘട്ടം കേട്ടോ. അന്നൊക്കെ ആ ചുള്ളിക്കാട് പ്രദേശത്ത് ഞാൻ ഈ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകരിക്കാൻ പോകുന്ന കാലത്ത് ഒരു ഓട്ടോറിക്ഷ പോലും, നമ്മൾ പണം കൊടുത്താൽ പോലും ഒരു ഓട്ടോറിക്ഷ പോവാത്തൊരു കാലം ഉണ്ടായിരുന്നു. നടന്നു പോവണം, കുറെ ഇടവഴികൾ, അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അത് ഉൾപ്പെടെ എനിക്ക് കൂടുതൽ അറിയാം അവിടെയാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശം ഇന്ന് എന്തായി മാറി? ഈ വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ആധാരമായി ആ ഒരു പ്രദേശം മാറിക്കഴിഞ്ഞു. ഇനി അവിടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമേ ഇനി അവിടെ നടത്താനുള്ളൂ. അതിനേക്കാൾ ഉപരി ഈ നേരത്തെ പറഞ്ഞ പുതിയ പദ്ധതികൾ,
ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പദ്ധതി കൊണ്ടുവരുമ്പോൾ പൈലറ്റ് പ്രൊജക്റ്റായിട്ട് എടുത്തത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയാണ്. അതേപോലെ നൂതനാവിഷ്കാര പദ്ധതികൾ വരുമ്പോൾ ചുള്ളിക്കാട് വാർഡിനെയും ഒപ്പം ചേർത്ത് നിർത്തി അതിനോടൊപ്പം തന്നെ 42 ഡിവിഷനെയും ചേർത്ത് നിർത്തി പ്രത്യേക പരിഗണന എന്നുള്ള രീതിയിൽ എവിടെയും കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നണത്. കാരണം അങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ഒരു കാൽനട ജാഥ സംഘടിപ്പിച്ചിരുന്നു, പ്രചരണ ജാഥ, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ചെയർമാൻ ക്യാപ്റ്റനായിട്ട്. ആ ജാഥയിൽ 4 ദിവസം ഈ 42 ഡിവിഷനിലും പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് നല്ല വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇനി മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല രീതിയിൽ പുതിയ MLA കൂടി ഉൾപ്പെട്ട ഒരു വടക്കാഞ്ചേരി നഗരസഭയാണ് എൻ്റെ പ്രദേശത്ത്. എൻ്റെ വോട്ടറും കൂടിയാണ് MLA സഖാവ് സേവർ ചിറ്റലപ്പള്ളി. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി. അപ്പം അതിനെല്ലാം വടക്കാഞ്ചേരി നഗരസഭ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇപ്പോ രാഷ്ട്രീയമെല്ലാം മാറ്റി നിർത്തി ഇപ്പോ നഗരസഭയുടെ ചെയർപേഴ്സണായി മാറിയിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തി നോക്കുമ്പോൾ വടക്കാഞ്ചേരിയിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം പ്രത്യേകമായി അടിയന്തരമായി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വലിയ ചർച്ചകളോ വിവാദങ്ങളോ വന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ കേരളത്തില് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചത് ഒരു മാലിന്യ മുക്ത നവകേരളം, മാലിന്യങ്ങൾ വളരെ കുന്നുകൂടിയ ഒരു സമയം ഒക്കെ ഒരു 10 വർഷക്കാലം മുന്നേക്കെ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭയിൽ പോലും നമുക്ക് വഴി നടക്കാൻ കഴിയാതെ ഒരു ബോക്സ് വെച്ച് അതിൽ വേസ്റ്റ് ഇട്ട് അത് പോകുമ്പോൾ ഒക്കെ കുമ്പളങ്ങാട് യാർഡ് വരെ അത് വഴിയിലൊക്കെ പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ആ യാർഡിലും ഒരു പണിയൊന്നും നടക്കാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാലഘട്ടം ഞാൻ ചെയർപേഴ്സൺ ആകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈ കുമ്പളങ്ങാട് യാർഡിലും ഇങ്ങനെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ആ മാലിന്യ സംസ്കരണം നടത്തി അതിനൊരു മുൻതൂക്കം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അതൊരിക്കലും നിന്ന് പോയിക്കൂടാ. അതിൽ പുതിയ എന്തെല്ലാം ചെയ്യാൻ കഴിയും, ആ പ്രവർത്തനങ്ങൾക്ക് അവിടെയുള്ള എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് വരും കാലങ്ങളിൽ. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ പകുതി ജീവിതമൊക്കെ ആയി. ഇനി വരുന്ന തലമുറ ഒരു ഭാവി വാഗ്ദാനങ്ങളാണ് കുട്ടികൾ. ആ പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ നല്ല സുന്ദരമായ ഒരു കേരളം അവരുടെ സ്വപ്നം ആണ്. അപ്പം അത് ഈ ഭൂമി അങ്ങനെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? മാലിന്യ കൂമ്പാരങ്ങളില്ലാത്ത ഒരു നഗരമാക്കി മാറ്റണം. അതിനൊരു പരിധി വരെയും അതിനപ്പുറവും ഈ നഗരസഭ 2 ടേമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ക്ലീൻ ആയിട്ട് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ കിടക്കുന്നത്. ഒന്നും കൂടി മുൻതൂക്കം കൊടുക്കേണ്ടത് അവിടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമങ്ങളിലെ വികസനങ്ങളെ സംബന്ധിച്ച് എന്താണ് പറയാൻ? ഗ്രാമങ്ങളൊക്കെ തന്നെ വികസിച്ച് നഗരങ്ങളായി മാറി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാട്. കാരണം വൈകിട്ട് ഞാൻ ചുള്ളിക്കാട് പ്രദേശത്തൊക്കെ നടക്കുമ്പോൾ എല്ലാ ലൈറ്റുകളും കത്തി ഒരു ഇരുട്ടില്ലാത്തൊരു സ്ഥലം അങ്ങനെ ഒരു ഞാനിപ്പോൾ ഈ ചെയർപേഴ്സൺ ആയപ്പോഴും എൻ്റെ സ്കൂട്ടിയുമ്പോൾ ഞാനൊന്ന് ചുള്ളിക്കാട് പ്രദേശത്തൊക്കെ നടന്നപ്പോൾ വളരെ സുന്ദരമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ 1-2 ലൈറ്റുകൾ കത്താത്തുണ്ടോ എന്നുള്ളതല്ല, നല്ലൊരു ഗ്രാമങ്ങളെല്ലാം തന്നെ ഒരു വികസന മാതൃകയിലേക്ക് നടന്നെടുക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് കാണാനുള്ളത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ കാലങ്ങൾ എല്ലായിടത്തും പരിശോധിച്ചാൽ നമുക്ക് ധാരാളം നഗരസഭയിലേക്ക് ധാരാളം അവാർഡുകളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോ തുടർ ഭരണം ലഭിക്കുമ്പോൾ ഇനിയും അത്തരത്തിലുള്ള ഉന്നമനങ്ങളും വിജയങ്ങളും നഗരസഭയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നുണ്ടോ? ഒരുപാട്. അതാണല്ലോ തുടർച്ച എന്ന് പറഞ്ഞത്. ആ തുടർച്ച തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഒരു തർക്കമില്ല ആ കാര്യത്തില്. ആ 2 ടേമിന്റെ തുടർച്ച അത് നിലനിർത്തുക മാത്രമല്ല, അതിനേക്കാൾ ഉപരി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ 2010-15 നഗരസഭ വരുമ്പോൾ ഇവിടെ ഒരു നഗരസഭ പോലും ഉണ്ടായിരുന്നില്ല. ഒരു 42 കൗൺസിലർമാർക്ക് ഇരുന്ന് സംസാരിക്കാനോ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ ഒരു സ്ഥലമില്ലാത്ത കാലമായിരുന്നു 2015 നഗരസഭ ഉണ്ടായ കാലം. അതിൽ നിന്ന് 2020 ആയപ്പോഴേക്കും ഇപ്പൊ 25 ആയപ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ തന്നെ. അപ്പൊ അവര് മുന്നേ ചെയ്ത ആ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നില്ല.
നഗരസഭയായി, പ്രവർത്തനങ്ങളായി, ഉദ്യോഗസ്ഥന്മാർ പോലും പഞ്ചായത്തുകളിലേക്ക് മാറുന്ന സ്ഥിതി ഒരുപാട്. അന്നൊക്കെ ഞാൻ CDS ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഓരോ ചുവടുവയ്പ്പും എൻ്റെ മനസ്സിലുണ്ട്. കുടുംബശ്രീ രംഗത്ത് CDS ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ നഗരസഭയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ ആ രീതിയിൽ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതിനേക്കാൾ ഉപരി കൂടുതൽ നേരത്തെ പറഞ്ഞ രീതിയിൽ MP നമ്മളോടൊപ്പം ഉണ്ട്, MLA നമ്മളോടൊപ്പം ഉണ്ട്. ഈ വടക്കാഞ്ചേരിയെ ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ, വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വന്ന മിനി അരവിന്ദൻ വടക്കാഞ്ചേരിയുടെ മരുമകളായി വന്നു. എന്തായിരുന്നു വടക്കാഞ്ചേരിക്കാരുടെ ഒരു സ്വീകരണം, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളായി എങ്ങനെയാണ് അംഗീകരിച്ചത്? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് നാഗലശ്ശേരി പഞ്ചായത്തിലാണ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാട്ടിരി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരായ ഒരു ഗ്രാമം തന്നെയായിരുന്നു എൻ്റെ ജനനം. വികസനങ്ങളൊന്നും എത്താത്തൊരു കാലത്ത് തന്നെയായിരുന്നു. 1974 ഞാൻ ജനിക്കുന്നത്. ആ നാഗലശ്ശേരി പഞ്ചായത്തിലുള്ള അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് അവിടുത്തെ കുട്ടികളെ കൂടെ കൂട്ടി, ബാലസംഘത്തിലൂടെ ഒക്കെ തന്നെ കുട്ടികളെ കൂടെ കൂട്ടി. എൻ്റെ അച്ഛൻ പാർട്ടി മെമ്പറായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനും പാർട്ടി മെമ്പറും കൂടിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒപ്പം തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ EMS നയനാർ, അവരുടെയൊക്കെ ഈ രണ്ടുപേരുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഒരു ഭാഗ്യം അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു അച്ഛൻ്റെ ഒരു പാതയാവാം ആ രീതിയിൽ. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞു. പെരിങ്ങോട് ഹൈസ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം. SLC പാസ് മാത്രമേ. അന്നൊന്നും കൂടുതൽ പഠിപ്പിക്കാൻ കുട്ടികളെ പുറത്ത് വിടാത്തൊരു കാലമായിരുന്നു. പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, എങ്കിലും പഠിക്കാനൊന്നും അവസരം നിഷേധിച്ച ഒരു കാലത്തൊക്കെ ആയിരുന്നു എൻ്റെ ജനനം ഒക്കെ തന്നെ. അങ്ങനത്തെ ഒരു ഗ്രാമം കൂടിയായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് 1991 ഞാനിവിടെ വടക്കാഞ്ചേരിയുടെ മരുമകളായിട്ട് വരുന്നത്. അപ്പൊ തന്റെ ജീവിത പശ്ചാത്തലങ്ങളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാം അല്ലെ? ജീവിത പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് സഹോദരിമാരെ കൂടുതൽ ഇഷ്ടമാണ്, വനിതകളെ കൂടുതൽ ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒരു ഏട്ടനും ഒരു അനിയനുമാണ്. ഞാൻ നടുക്കിലൊരു പെൺകുട്ടി മാത്രമാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയായി ജീവിതത്തിൽ ഒരു കൂട്ടില്ലാതെ, ആങ്ങളമാര് അവർ രണ്ടുപേര് നല്ല കൂട്ടുകാരാണ്. ഞാൻ എന്നും ഒറ്റപ്പെടുന്ന ഒരു ചെറുപ്പത്തിലെ ഒരു മാനസികമായിട്ടൊരു ഒറ്റപ്പെടലില് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെയാവാം എനിക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ 13.5 വർഷക്കാലമൊക്കെ CDS ചെയർപേഴ്സണായിട്ടും 20 വർഷക്കാലം CDS മെമ്പറായിട്ടൊക്കെ മഹിളാ അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും ഒപ്പം ആ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞത് തന്നെ ചെറുപ്പത്തിലെ എൻ്റെ ഒറ്റപ്പെടലായിരിക്കാം. എനിക്ക് തോന്നുന്നതാണത്. അന്ന് മുതലേ ഞാനൊരു ഒറ്റപ്പെടുന്ന ആരുമില്ല. എനിക്ക് കൂടെ എനിക്കൊരു അനിയത്തിയില്ല, ഒരു ചേച്ചിയില്ല. ആ രീതിയിൽ ഇവിടെ വന്നപ്പോഴും ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ കൂടെ കൂട്ടുക, പെൺകുട്ടികളെ കൂടെ കൂട്ടുക, ഇവിടെ വന്നപ്പോൾ അമ്മമാരെ കൂടെ കൂട്ടുക. അങ്ങനെയാവാം ഇവിടെ വന്ന് ഒരു 10-11 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കുടുംബശ്രീ അംഗമായി. ഇന്നും എൻ്റെ കുടുംബശ്രീയിൽ 16 കുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ തന്നെ കൂടപ്പിറപ്പായിട്ട് കഴിയാൻ എനിക്ക് കഴിഞ്ഞത് ഈ ചെറുപ്പത്തിലെ ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്നാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം ഇന്ന് ഇങ്ങനെ ഒരു അവസരം, അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ. നിങ്ങൾ തന്നെ പല വേദികളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാർട്ടി എന്നാൽ ജനമാണ് എന്ന്. അപ്പോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. അപ്പൊ അത് ഏത് തരത്തിലാണ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി? നിങ്ങൾക്കൊപ്പം വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരുപാട് മുൻകാല ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് ഈ ഒരു അവസരത്തെ നോക്കിക്കാണുന്നത്? നേരത്തെ പറഞ്ഞത് ശരിയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് എന്നാണ് മുതിർന്നവര് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. തർക്കമില്ല. അതിൽ നിന്നും അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്നുണ്ട്.
സ്ത്രീകളായിക്കൊള്ളട്ടെ, കുടുംബങ്ങളിലെ അംഗങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ തരം വിദ്യാഭ്യാസവും നേടാത്ത ആളുകളും ഇനിയുണ്ട്. എല്ലാത്തരം എന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബപരമായും സാമൂഹികപരമായും ഒക്കെ തന്നെ ഒരു അപേക്ഷ ഇവിടെ കൊടുക്കണം. എനിക്കൊരു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു അവകാശങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട അവകാശങ്ങൾ. അത് ഒരു അപേക്ഷ കൊടുക്കാൻ അറിയാത്ത കുറേ പേര് ഇന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ ഈ ഒരു തലത്തിൽ നിന്നാൽ, ഈ പ്രസ്ഥാനത്തിൽ നിന്നാൽ മാത്രമേ അതിന് കഴിയുള്ളൂ. കൂടപ്പറപ്പുകളായി കണ്ടാൽ മാത്രമേ അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് തോന്നുള്ളൂ. പാർട്ടിയാണ്, പാർട്ടി ജനങ്ങളാണ് എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സഹായിക്കാനും നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇനിയും ഒട്ടനവധി ആളുകൾ, ഇത്തരം ആളുകൾ, അത് ജാതിയോ മതമോ അതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ഉപരി മനുഷ്യരാണ് അവര്. മതത്തിനോ ജാതിക്കോ ഒന്നല്ല പ്രാധാന്യം, മനുഷ്യരാണ് അവര്. അവർക്കും ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉള്ളവരാണ് അവര്. അതാരുടെയും ഔദാര്യമൊന്നും അല്ല. ആ അവകാശത്തില് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വാക്കിലൂടെയാണെങ്കിലും, ഒരു ഒപ്പിലൂടെയാണെങ്കിലും, ഒരു അപേക്ഷയിലൂടെയാണെങ്കിലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏതൊരു അവസരവും ഞാൻ വിനിയോഗിക്കും. ഒരു തർക്കമില്ല. വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ ഭരണസമിതി അധികാരത്തിലേറി ധാരാളം ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലെ, ഒരുപാട് സമയപരിമിതികളുണ്ട്, ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണ്. എന്നിട്ട് പോലും എനി ടൈം ന്യൂസുമായി സംവദിച്ചതിൽ, ഞങ്ങളുമായി സഹകരിച്ചതിൽ ഏറെ സന്തോഷം. ഒപ്പം തന്നെ പുതുവത്സര ആശംസകൾ, എല്ലാവിധ ആശംസകളും. നന്ദി.